മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, ഞാൻ എൻ്റെ ശിഷ്യരുമൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എൻ്റെ വിരുന്നുശാല എവിടെ എന്ന ഗുരുവിൻ്റെ ചോദ്യത്തിന് സജ്ജീകരണമായ ഒരുക്കമുള്ള ഒരു മാളികമുറി അവർ കാണിച്ചു കൊടുത്തു. ഈ മാളികമുറിയിൽ വെച്ചാണ് യേശുക്രിസ്തു തന്നെ പകുത്ത് മറ്റുള്ളവർക്ക് വേണ്ടി നൽകി സ്നേഹത്തിൻ്റെ ഉദാത്തമായ മാതൃകയെ ലോകത്തിന് കാണിച്ചു തന്നത്. വലിയ നോമ്പാചരണത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബങ്ങളിലേക്കും തിരിഞ്ഞു നോക്കാം. കുടുംബഭാഗം നമ്മുടെ മാളികയിൽ ഈ പകുത്തു നൽകുന്ന സ്നേഹത്തെ നമുക്ക് കാണാനാവുന്നുണ്ടോ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ, ബന്ധുമിത്രാദികൾ തമ്മിൽ, സഹോദരങ്ങൾ തമ്മിൽ ഇത്തരത്തിലുള്ള പങ്കുവയ്ക്കൽ സാധ്യമാകുന്നുണ്ടോ? തന്നോടൊപ്പം പാത്രത്തിൽ കൈമുക്കുന്നവൻ ഒറ്റിക്കൊടുക്കുമെന്നറിഞ്ഞിട്ടും അവനെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് തൻ്റെ സ്നേഹം പകുത്തു നൽകിയവനാണ് ക്രിസ്തു. നമ്മുടെ കുടുംബത്തിലുണ്ടാകുന്ന കൊച്ചു കൊച്ചു പരിഭവങ്ങളും പിണക്കങ്ങളും തെറ്റിദ്ധാരണകളും എല്ലാം ക്ഷമിച്ച് ക്രിസ്തു നൽകിയ രക്ഷ സ്വന്തമാക്കാൻ നമുക്ക് ഓരോരുത്തർക്കും ഈ നോമ്പാചരണത്തിൽ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.